ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഹൈബ്രിഡ് സോളാറിനെ കുറിച്ചിട്ടാണ്. ഈ സൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു യുണീക്ക് സ്റ്റൈൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ സൈറ്റുകളിലും ചെയ്ത രീതിയിലല്ല ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പാനലിൻ്റെ അടിയിലാണ്, ഓരോ പാനലിൻ്റെ അടിയിൽ ഓരോ ഇൻവെർട്ടർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഫേസ് സിസ്റ്റമാണ്. അതിന് 3 ഫേസ് ആയിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ DBസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എൻഫേസിൻ്റെ കൺട്രോൾ പാനൽ, അതായത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എൻഫേസിൻ്റെ കൺട്രോൾ പാനലാണ് ഇത് വരുന്നത്. ഇതെന്ന് പറയുന്നത് 5 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇന്നൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ നമുക്ക് ഇവിടെ 10 കിലോ വാട്ടിൻ്റെ ബാക്കപ്പോട് കൂടിയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കൺട്രോൾ പാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ വീട്ടിലുള്ള ഇൻ്റർനെറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾ പാനലിൽ തന്നെ ഒരു മോഡമുണ്ട്. ഈ മോഡം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മൊബൈലിൽ നമുക്കിതിൻ്റെ എൻ്റയർ ഡാറ്റ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന് വേറൊരു പ്രത്യേകത. വേറൊരു സിസ്റ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്യൂറിലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സേഫ്റ്റി സെക്യൂരിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. എൻഫേസിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയാലും ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയാലും ഏത് സിസ്റ്റം ആയാലും നോർമലി നമ്മൾ മാർക്കറ്റിലുള്ളത് DC കപ്ലിംഗ് ബാറ്ററി വെച്ചിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ എൻഫേസിന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു AC കപ്ലിംഗ് ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് എൻഫേസിൻ്റെ സിസ്റ്റം. സോ ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ട് തന്നെ 230 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പൊതുവെ ഒരു ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒന്നുകിൽ ഒരു 12 വോൾട്ട് ടു 48, 52 ആ റേഞ്ചിൽ വരുന്ന വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പക്ഷെങ്കിൽ എൻഫേസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് AC കപ്ലിംഗ് ബാറ്ററിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട് നമുക്ക് 230 വോൾട്ടേജാണ്, AC ആണ് ഇതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നമുക്ക് 2 ബാറ്ററി, അതായത് ടോട്ടൽ നമുക്ക് 10 കിലോ വാട്ട് സ്റ്റോറേജ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ 2 ബാറ്ററി നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ബാറ്ററി വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ബാറ്ററികൾ ആഡ് ചെയ്തിട്ട് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പൊതുവേ സോളാറിൻ്റെ ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീറ്ററിംഗ് ഉണ്ടാവും, അതായത് ഒരു എനർജി മീറ്ററും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു നെറ്റ് മീറ്ററും ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു എനർജി മീറ്ററും അതേപോലെ തന്നെ നെറ്റ് മീറ്ററുമാണ്. ഇപ്പോൾ നമ്മൾ ഇത് ആണ് ഇതിൻ്റെ എനർജി മീറ്ററായിട്ട് വരുന്നത്. ഇതാണ് KECBയുടെ നെറ്റ് മീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു മീറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബൈ ഡയറക്ഷൻ മീറ്റർ എന്നാണ് പൊതുവെ പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ KECBയിൽ ഇങ്ങോട്ട് വരുന്ന കറണ്ട്, അതായത് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കറണ്ട് എത്രയാണെന്നുള്ളതും KECBയിലോട്ട് സോളാർ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടും നമുക്ക് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ് ഈ പറയുന്ന നെറ്റ് മീറ്റർ. പൊതുവെ സൈറ്റുകളിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ സോളാറിൻ്റെ ഒരു മീറ്റർ ബോക്സ് വേറെ തന്നെ ഉണ്ടാവും, അതേപോലെ തന്നെ കൺസ്യൂമർ മീറ്റർ ബോക്സ് വേറെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളിവിടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഒരു പാനൽ ബോർഡിലേക്കാണ് രണ്ടും ചെയ്തിരിക്കുന്നത്.